ഹലോ ഗൈസ്, ഇന്ന് ഫാമിലെ കുറച്ച് അധികം വിശേഷങ്ങളായിട്ട് ഞാൻ വന്നില്ല കേട്ടോ. നമ്മുടെ ഒരു പുതിയ താമരപ്പൂ വിരിയാറായിട്ട് നിൽക്കണ്ടായിരുന്നു. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് അതൊന്ന് വിരിയിച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പുതിയൊരു കളർ ആമ്പൽപ്പൂവ് നമ്മുടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഫ്രോസൺ ബ്ലഡ് വേമാണ്. നമ്മുടെ താമരപ്പോണ്ടിലൊക്കെ ഉള്ള ഗപ്പീസിന് ഞാൻ ബ്ലഡ് വേമാണ് കൊടുക്കാറ്. ഈ കാണുന്നത് നമ്മുടെ ബിഗ് ഇയർ സാന്റാക്ലോസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് ഗപ്പീസിനൊക്കെ ഇതുപോലെ ഫീഡ് ചെയ്തിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അവിടെ നിന്ന് ഞാൻ നേരെ വന്നത് ഫാമിലേക്ക് കേട്ടോ. ഇന്ന് ചെന്നൈയിൽ നിന്ന് ഒരുപാട് ഫിഷുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വരുമ്പോഴേക്കും എല്ലാം അഴിച്ചിട്ട് കഴിയാറായിട്ടാണ്. ഞാൻ ഇന്ന് ഒരുപാട് സമയം കൂടുതൽ കിടന്നുറങ്ങി. പുതിയ ഫിഷുകൾ വരുമ്പോൾ കുറച്ച് ടാസ്ക് തന്നെയാണ് കേട്ടോ. ഓരോ മീനുകളെ വെവ്വേറെ ടാങ്കിലിട്ട് കണ്ടീഷൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഇവന്മാരൊക്കെ നമുക്ക് ജീവനോടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തട്ടിപ്പോവും, അതും ഈ ഒരു മഴക്കാലത്ത്. പിന്നെ പുതിയ മീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാ മീനുകൾക്കും തീറ്റ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. എല്ലാവരും പട്ടിണി എടുക്കുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കംപ്ലൈന്റ് അമ്മയ്ക്ക്. ഇപ്പൊ മീനുകൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ എന്നെക്കാട്ടും ഇൻട്രസ്റ്റ് അച്ഛനും അമ്മയ്ക്കൊക്കെയാണ് കേട്ടാ. മിക്ക ദിവസങ്ങളിലും ഞാൻ എണീക്കണേക്കാട്ടും മുന്നേ തന്നെ എല്ലാ മീനുകൾക്കും തീറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കും. ശരിക്കും ഈ മീനൊക്കെ വളർത്തുമ്പോഴുള്ള പ്രശ്നവും ഇത് തന്നെയാണ് കേട്ടാ. നമ്മൾ ഒരു പ്രാവശ്യം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയവർക്ക് പിന്നെ എന്നാണെങ്കിലും ഇതൊക്കെ നിർത്തിപ്പോയാലും പിന്നെ വീണ്ടും ഇതിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ കാണുന്നത് വൈറ്റ് കളർ പൂവുണ്ടാവുന്ന ഒരു കുളവാഴ കേട്ടാ. ഇതുവരെ എൻ്റെ പൂവുണ്ടായിട്ടില്ല. എന്തായാലും പൂവുണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് നമുക്ക് അന്ന് വലിയ പോണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു വലിയ ക്രോഫിഷാണ്. എൻ്റെ ഉള്ള ഏറ്റവും വലിയ ക്രോഫിഷാണ്. അവനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഈ ഒരു വെറൈറ്റി ഈച്ചേനെ. എന്തായാലും ആ ഈച്ചിരിക്കുന്ന കൊമ്പ് ഞാൻ അവനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ അവൻ്റെ ശക്തി? ഭയങ്കര ശക്തിയാണ് കേട്ടോ ഈ ഒരു ക്രോഫിഷിന്. എനിക്ക് ഏറ്റവും പേടി ഇവനെ പിടിക്കാനാണ് ക്രോഫിഷിൽ വെച്ചിട്ട്. കാരണം കണ്ടില്ലേ ആ ഒരു ചെടിയുടെ കൊമ്പ് തന്നെ അവൻ മുറിച്ചെടുത്തു. അത്യാവശ്യം നല്ല ഏജുള്ള ഒരു ക്രോഫിഷാണ് കേട്ടോ. ഞാൻ ആ ഒരു വലിയ പോണ്ടിലിട്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അവനെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു ഡെഡ് ആയിട്ടുള്ളൊരു കോയി ഫിഷിനെ കിട്ടി. അവനെ കൊണ്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ജിണ്ടാപ്പിനെ എടുത്ത് കേട്ടെ. നമ്മുടെ ജിണ്ടാപ്പിനെ നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും ഇവൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.